ഓരോ സൈക്കിളിന്റെയും കൂടെ പ്രത്യേകം ഓഫറുകൾ. സൈക്കിളുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യവും. നിങ്ങളുടെ സൈക്കിൾ ഏത് മോഡലുമാകട്ടെ റിപ്പയർ ചെയ്തു തരുന്നു. സൈക്കിൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ വീനസിലൂടെ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. KNMന്റെ ഹെൽത്ത് വിങ്ങായ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പാലാട് ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ നടന്ന ക്യാമ്പ് ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. രോഗം വരുന്ന വഴികളെ തടയലാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളൊക്കെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ചാണ്. പക്ഷേ ആ ശ്രദ്ധ പരമാവധി നമ്മളെ മുതലെടുക്കാൻ ഇന്ന് മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കണക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ ചുറ്റുപാടും രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത്, ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ വണ്ടി കയറി അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോകുമ്പോൾ എൻ്റെ അടുത്തൊന്നും ആ ട്രെയിനിൽ പോലും തിരുവനന്തപുരം RCCയിലേക്ക് ചികിത്സക്ക് പോകുന്ന ക്യാൻസർ രോഗികളെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാജ്യറാണിയിൽ കയറിയാൽ എന്റെ ഇപ്പുറത്തിരിക്കുന്നത് കീമോതെറാപ്പി കഴിഞ്ഞ് ചെക്കപ്പിന് പോകുന്ന ആള്, എന്റെ വലതുഭാഗത്തിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് ബയോപ്സിന്റെ റിസൾട്ടിന്റെ വിവരം അറിയാൻ പോകുന്ന ആള്, എന്റെ നേരെ മുൻപിലിരിക്കുന്നത് അവിടെ ചികിത്സ നേടി 6 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് പോകുന്ന ആള്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ തന്നെ നമ്മുടെ വണ്ടിയിലെ ഒരു 15% യാത്രക്കാരും തിരുവനന്തപുരത്തെ RCCയിലേക്ക് ചികിത്സക്ക് പോകുന്നവരാണ്. അതും നമ്മൾ കാണേണ്ടത് പണ്ട് കാലത്തെ പോലെയല്ല. ഇന്ന് കീമോതെറാപ്പിക്ക് നിങ്ങൾ അവിടെ പോകേണ്ട, നിലമ്പൂരുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയുണ്ട്, മഞ്ചേരി ജില്ലാശുപത്രിയിൽ ചികിത്സയുണ്ട്, മലബാർ മെഡിക്കൽ കോളേജിൽ RCC ക്യാൻസറിന് ചികിത്സയുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ ചികിത്സയുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM അമീൻ ഫൈസൽ, ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ M റിൻഷോ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. IMB ഹെൽത്ത് ഇൻസ്പെക്ടർ CK നാസർ അഹമ്മദ് ജീവൻ രക്ഷാ പരിശീലനം നൽകി. ഹെൽത്ത് ATM മെഷീന്റെ സഹായത്തോടെ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർമാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. കണ്ണ് പരിശോധന, ഹെൽത്ത് ATM ആരോഗ്യ പരിശോധന, കൌൺസിലിംഗ്, ആരോഗ്യ സെമിനാർ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. നിലമ്പൂരിലെ 2 സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ ജനറൽ ഫിസിഷ്യൻ, ശിശുരോഗ വിദഗ്ധൻ, ENT വിദഗ്ധൻ, നേത്രരോഗ വിദഗ്ധൻ എന്നിവരുടെ സേവനങ്ങളും ഉണ്ടായിരുന്നു. IMB ചെയർമാൻ P അബൂബക്കർ മദനി അധ്യക്ഷത വഹിച്ചു. IMB ജില്ലാ സെക്രട്ടറി മുസ്തഫ കാരക്കുന്ന്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹാമിദ് ഇബ്രാഹിം, KNM ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ, സെക്രട്ടറി T യൂസഫ് അലി സുലാഹി, വാർഡംഗം മാനു കോന്നാടൻ, KVVS എടക്കര യൂണിറ്റ് പ്രസിഡന്റ് CK ബാബു, IMB രക്ഷാധികാരി C മുഹമ്മദ് സലീം സുലമി, സെക്രട്ടറിമാരായ E അഷ്റഫ്, അബ്ദുറഹ്മാൻ ഉമരി, EA നൌഷാദ്, എക്സിക്യൂട്ടീവ് അംഗം അലവിക്കുട്ടി, ജലീൽ മാമാങ്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.